Kerala and Karnataka, the glow of purity. ഇന്ന് ലോക പഴംപൊരി ദിനം. 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടി കാക്കയാണ് ആദ്യമായി പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിലൂടെ വിൽപ്പന തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത്. പൊന്നാനി കടപ്പുറം വഴി വന്ന പോർച്ചുഗീസ് കച്ചവടക്കാർ പരീക്കുട്ടിക്കാക്കാന്റെ പഴംപൊരി കഴിച്ചാണ് കേരളത്തിൽ കച്ചവടം തുടങ്ങിയിരുന്നതെന്ന് ദ ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ ഈ പലഹാരത്തെ ലോക പഴംപൊരി ദിനം 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടിക്കാക്കയാണ് ആദ്യമായി ലോകമെമ്പാടുമുള്ള ചായക്കടയിലൂടെ തിളച്ച എണ്ണയിലേക്ക് ചാടിയ പഴത്തിന്റെ ത്യാഗോജ്ജലമായ കടപ്പുറം വഴി വന്ന പോർച്ചുഗീസ് തന്നെയാണ് ഈ ദിവസം ലോക പഴംപൊരി കഴിച്ചായി കേരളത്തിൽ കച്ചവടം തുടങ്ങിയ പഴംപൊരി പ്രേമികൾ ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ ഈ പലഹാരത്തെ പഴം ഓഫ് പരീക്കുട്ടി എന്നായിരുന്നു അക്കാലത്ത് വിളിച്ചിരുന്നത്. അത് പിന്നീട് ലോപിച്ചാണ് പഴംപൊരിയായത് എന്നാണ് ചരിത്രം പറയുന്നത്. ലോകമെമ്പാടുമുള്ള തീറ്റപ്രിയർക്ക് വേണ്ടി തിളച്ച എണ്ണയിലേക്ക് ചാടിയ പഴത്തിന്റെ ത്യാഗോജ്ജലമായ ഓർമ്മ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ലോക പഴംപൊരി ദിനമായി ആചരിക്കുന്നത്. എല്ലാ പഴംപൊരി പ്രേമികൾക്കും പഴംപൊരി ദിനാശംസകൾ. ഇന്ന് ലോക പഴംപൊരി ദിനം. 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടിക്കാക്കയാണ് ആദ്യമായി പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിലൂടെ പൊന്നാനി കടപ്പുറം പരീക്കുട്ടിക്കാക്കാന്റെ പഴംപൊരി കഴിച്ചാണ് കേരളത്തിൽ കച്ചവടം തുടങ്ങിയത്. ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ അത് പിന്നീട് പഴംപൊരിയായത് ലോകമെമ്പാടുമുള്ള തീറ്റപ്രിയർക്ക് വേണ്ടി എണ്ണയിലേക്ക് ചാടിയ പഴത്തിന്റെ ത്യാഗോജ്ജലമായ ഓർമ്മ ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് City Gold, Gold and Diamonds. Kerala and Karnataka, the glow of purity. Venas Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venas Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venas Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venas Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venas Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. ഇന്ന് ലോക പഴംപൊരി ദിനം. 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടിക്കാക്കയാണ് ആദ്യമായി പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിലൂടെ വിൽപ്പന തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത്. പൊന്നാനി കടപ്പുറം വഴി വന്ന പോർച്ചുഗീസ് കച്ചവടക്കാർ പരീക്കുട്ടിക്കാക്കാന്റെ പഴംപൊരി കഴിച്ചാണ് കേരളത്തിൽ കച്ചവടം തുടങ്ങിയിരുന്നതെന്ന് ദ ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ ഈ പലഹാരത്തെ പഴം ഓഫ് പരീക്കുട്ടി എന്നായിരുന്നു അക്കാലത്ത് വിളിച്ചിരുന്നത്. അത് പിന്നീട് ലോപിച്ചാണ് പഴംപൊരിയായത് എന്നാണ് ചരിത്രം പറയുന്നത്.
ലോകമെമ്പാടുമുള്ള തീറ്റപ്രിയർക്ക് വേണ്ടി തിളച്ച എണ്ണയിലേക്ക് ചാടിയ പഴത്തിന്റെ ത്യാഗോജ്ജലമായ ഓർമ്മ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ലോക പഴംപൊരി ദിനമായി ആചരിക്കുന്നത്. എല്ലാ പഴംപൊരി പ്രേമികൾക്കും പഴംപൊരി ദിനാശംസകൾ. ലോക പഴംപൊരി ദിനം 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടി കാക്കയാണ് ആദ്യമായി പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിലൂടെ വിൽപ്പന തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത്. പൊന്നാനി കടപ്പുറം വഴി വന്ന പോർച്ചുഗീസ് കച്ചവടക്കാർ പരീക്കുട്ടിക്കാക്കാന്റെ പഴംപൊരി കഴിച്ചാണ് കേരളത്തിൽ കച്ചവടം തുടങ്ങിയിരുന്നതെന്ന് ദ ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ ഈ പലഹാരത്തെ പഴം ഓഫ് പരീക്കുട്ടി എന്നായിരുന്നു അക്കാലത്ത് വിളിച്ചിരുന്നത്. അത് പിന്നീട് ലോപിച്ചാണ് പഴംപൊരിയായത് എന്നാണ് ചരിത്രം പറയുന്നത്. ലോകമെമ്പാടുമുള്ള തീറ്റപ്രിയർക്ക് വേണ്ടി തിളച്ച എണ്ണയിലേക്ക് ചാടിയ പഴത്തിന്റെ ത്യാഗോജ്ജലമായ ഓർമ്മ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ലോക പഴംപൊരി ദിനമായി ആചരിക്കുന്നത്. എല്ലാ പഴംപൊരി പ്രേമികൾക്കും ലോക പഴംപൊരി ദിനം. 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടി കാക്കയാണ് ആദ്യമായി പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിലൂടെ വിൽപ്പന തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത്. പൊന്നാനി കടപ്പുറം വഴി വന്ന പോർച്ചുഗീസ് കച്ചവടക്കാർ പരീക്കുട്ടിക്കാക്കാന്റെ പഴംപൊരി കഴിച്ചാണ് കേരളത്തിൽ കച്ചവടം തുടങ്ങിയിരുന്നതെന്ന് ദ ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ ഈ പലഹാരത്തെ പഴം ഓഫ് പരീക്കുട്ടി എന്നായിരുന്നു അക്കാലത്ത് വിളിച്ചിരുന്നത്. അത് പിന്നീട് ലോപിച്ചാണ് പഴംപൊരിയായത് എന്നാണ്